അനുസരിക്കാതെ പിശാച് പറയുന്നതനുസരിച്ച് പോകുന്നവർക്ക് നരകത്തിലേക്ക് പോകാം. ആ നരകവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നത്. ജ്ഞാനനിഷ്ഠോ വിരക്തോ വാ ധർമ്മജ്ഞോ വിജിതേന്ദ്രിയ വിധ ദേവാഭിയാഗേന ന മോക്ഷം ലഭ്യതേ വിധേ. വേദങ്ങളിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും മോക്ഷം പ്രാപിക്കാൻ പറ്റത്തില്ല. അതിന് ദൈവം തമ്പുരാൻ തന്നെ യാഗമായി തീരണം. വേദങ്ങളിൽ എങ്ങും അങ്ങനെ ദൈവം തമ്പുരാൻ യാഗമായി തീർന്നത് നാം കണ്ടിട്ടില്ല. അത് നടന്നത് 2025 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂസിൽ കർത്താവായ യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാരിരുമ്പാനികളാൽ ക്രൂശിക്കപ്പെട്ട് അവിടെയാണ് ആ ദൈവം തമ്പുരാൻ തന്നെ യാഗമായി തീർന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചു. നാം ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് നമ്മളിലൊരുവനെ പോലെ ദൈവം തന്റെ ദൈവത്വമെല്ലാം അവിടെ വെച്ചിട്ട് നമ്മിലൊരുവനെ പോലെയായി. ആ പാപപരിഹാര ബലിയിൽ നാം വിശ്വസിച്ച് ആ നിത്യ നരക ശിക്ഷാവധി ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യനെ പാമ്പ് കടിച്ചാൽ ആശുപത്രിയിൽ ആന്റി സ്നേക്ക് വെനം കുത്തിവെക്കും. പാമ്പിന്റെ വിഷം എടുത്ത് കുതിരയിൽ കുത്തിവെച്ച് അതിൽ നിന്ന് ഉണ്ടാകുന്ന ആന്റിബോഡി വേർതിരിച്ചെടുത്ത് മനുഷ്യനിൽ കുത്തിവെക്കുമ്പോഴാണ് പാമ്പിന്റെ വിഷത്തിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടുന്നത്. അതുപോലെ പഴയ പാമ്പായ സാത്താന്റെ കടിയേറ്റ് നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ആ രക്തം, ആ മറുമരുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് കാൽവറി ക്രൂസിലെ യേശുവിന്റെ യാഗമരണത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയരെ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടവന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയത്തില്ല. അതാണ് ദൈവം നമുക്ക് വില കൂടാതെ സൗജന്യമായിട്ട്, വില കൊടുത്ത് വാങ്ങാനോ സാധ്യമല്ല, സൗജന്യമായിട്ട് ദൈവം ഒരുക്കിയത്. നരകത്തില് അവിടെ എന്നേക്കും യാതനയാണ്, കരച്ചിലും കണ്ണുനീരും പല്ലുകടിയും. അവിടെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. നമ്മൾ ഈയിടെ ഒരു ഡോക്ടറുടെ കാര്യം, ജെഫ്രി ലോങ് എന്ന് പറയുന്ന ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു 5000 പേരെ പഠിച്ചു. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഒരു 5000 കേസുകൾ അദ്ദേഹം പഠിച്ചു. ശരീരം വിട്ടു കഴിയുമ്പോൾ മനുഷ്യരെ, അവരെ ശുശ്രൂഷിക്കുന്നവരെയും അവരുടെ വസ്ത്രം, അവരുടെ സംസാരം, ഇതെല്ലാം അവർക്ക് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യനിൽ ആത്മാവുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ യാത്രയൊക്കെ എല്ലാവരോടും ചോദിക്കും, ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും, വല്ല ഉറപ്പുണ്ടോ ചോദിക്കുമ്പോൾ അത് 90% പേരും അവർക്ക് അതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ല. ലക്ഷ്യമില്ലാതെ യാത്ര എവിടെ അവസാനിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാതെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ. എന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മറ്റു പരിമിതികളൊന്നും വകവയ്ക്കാതെ ഇവിടെ വന്നേക്കുന്നത്. നിങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അത് യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ നിവർത്തിച്ചിരിക്കുന്നു. യേശു ക്രൂസിൽ മരിക്കുമ്പോൾ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത്. എന്താണ്? മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ കടമെല്ലാം യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ വീട്ടി. ഇനി നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതെന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂസിൽ മരിച്ചതെന്നും യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇനി ഈ ഭൂമിയെ വാഴുവാൻ 1000 ആണ്ട് ഇവിടെ വാഴുവാൻ യേശു വേഗം വരുവാൻ പോകുന്നു എന്നും നാം ഓരോരുത്തരും വിശ്വസിക്കണം. സമത്വ സുന്ദരമായ ഒരു മനോഹരമായ നല്ല ഭരണം കാഴ്ചവെക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് കാണുന്ന ലോകം, ഈ ഭൂമി, ഈ പണികൾ, ഇതെല്ലാം എത്രയും വേഗം വെന്തുപോകും. ഭൂലോകത്തെ മുഴുവൻ ചാമ്പലാക്കി തീർക്കുവാനുള്ള ആണവായുധങ്ങൾ ഓരോ രാഷ്ട്രത്തിന്റെയും കയ്യിലുണ്ട്. അതുകൊണ്ട് എപ്പോൾ അതൊക്കെ വന്ന് ഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആകയാൽ ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. ആകയാൽ ഞങ്ങളുടെ വാക്കുകളെ പരിമിതപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഈ വചനം കേട്ടവരെല്ലാവരും നിത്യതയിൽ ദൈവ കർത്താവിനോടൊത്ത് ആ എന്നേക്കുമുള്ള സന്തോഷം, ആ സമാധാനം അനുഭവമാക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. നിങ്ങൾ ആരും മതം മാറരുത്, എന്നാൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.
ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല മനോഹരമായ മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശവാസികളെ വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതാർക്കും ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുവാൻ ആർക്കും ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സൗജന്യമായി അവിടുന്ന് ഒരുക്കിയ കൃപാമഹത്വം എല്ലാവരും പ്രാപിച്ചെടുക്കുവാൻ വിശ്വാസത്താൽ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകുവാൻ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകും. ദൈവമേ, നീ വചനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ കർത്താവെ, ഹൃദയങ്ങളിൽ അത് തട്ടി അത് പരിവർത്തിച്ച് ജീവനുള്ള സത്യദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു വാഞ്ച എല്ലാ ഹൃദയങ്ങളിലും പകരണം. പാപമോചനം കൊടുക്കുവാൻ കഴിയുന്ന ഏക കർത്താവ് അവിടുന്നാണല്ലോ. കർത്താവ് നിത്യതയ്ക്കായി എല്ലാവരെയും ഒരുക്കണം. കർത്താവെ, കർത്താവിന്റെ ദാസൻ ജോൺ പാസ്റ്റർക്കായി സ്തോത്രം. എന്റെ കൂടെ വന്ന എന്റെ കൂട്ടു സഹോദരിമാർക്കായി സ്തോത്രം. എല്ലാവരെയും ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ ദേശത്ത് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും നന്മകളും നേർന്നുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം ഈ ദേശത്തോടും ദേശവാസികളോടും എല്ലാവരോടും കൂടെ കർത്താവിന്റെ വരുവരെയും ഉണ്ടാകട്ടെ. ആമേൻ.